ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യാനുമായി തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണല്ലോ നമ്മുടെ വൈദികർ എല്ലാം തന്നെ. എന്നാൽ ഇക്കാലത്ത് സഭാമക്കൾ അവരെ രണ്ട് ഗണമായി നല്ല വൈദികർ എന്നും മോശപ്പെട്ട വൈദികർ എന്നും പേര് പറഞ്ഞ് അവരെ വിഭജിച്ചിരിക്കുന്നതായി കാണാം. അവരെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്ന പ്രവണത സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ രണ്ട് ഗണമില്ല. സഭയിലുള്ള അസംഖ്യം വൈദികരിൽ ഏതാനും ചിലർക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് മുതലെടുത്ത് എല്ലാ വൈദികരും മോശപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു വരുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. തെറ്റുപറ്റിയ ഒരു വൈദികനെ തിരുത്തുവാൻ അവരുടെ പ്രായക്കാരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ മറ്റു വൈദികർക്ക് സാധിക്കുമല്ലോ. നമ്മുടെ മാതാപിതാക്കൾക്ക് കുറവുകൾ ഉള്ളതുപോലെ തന്നെ കുറവുകളുള്ള മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവരാണല്ലോ അവരും. പൂർണ്ണതയുള്ള ഒരു വ്യക്തിയും ഇല്ല എന്ന കാര്യം നാം വിസ്മരിക്കരുത്. നിങ്ങൾ ആരെയും വിധിക്കരുത് എന്നാണല്ലോ യേശു വചനത്തിലൂടെ പറയുന്നത്. പൂർണ്ണത നിറഞ്ഞവനായ യേശു പോലും പാപിനിയായ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നില്ല. മറിച്ച് ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവളെ വിധിക്കാതെ പറഞ്ഞയക്കുന്നതായി നാം കാണുന്നുണ്ടല്ലോ. മെഡ്ജിഗോറിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവ് പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണല്ലോ. നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗ പ്രവർത്തികളും എല്ലാം അവരെ കൃപയിൽ നിലനിർത്തുവാൻ സഹായിക്കും എന്നതിൽ സംശയിക്കേണ്ടതില്ല. ദൈവകൃപയിലായിരിക്കുന്നവർക്ക് പാപം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദികൻ സംസാരത്തിലൂടെ എൻ്റെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പുണ്ടാകുകയും എൻ്റെ കുടുംബാംഗങ്ങളോട് അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും പറയുകയും ചെയ്തു. തുടർന്ന് ഞാൻ കുമ്പസാരിക്കുകയും ദൈവത്തോട് മാപ്പ് പറയുകയും ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദീർഘനാളത്തെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് എൻ്റെ മനസ്സിന്റെ മുറിവ് ഉണങ്ങിയത്. ഇപ്പോൾ ആ വൈദികനെ ഞാൻ അത്യധികം സ്നേഹിക്കുകയും ചെയ്യുന്നു. ആ സംഭവം പിന്നീട് ഒരിക്കലും ഞാൻ ഓർത്തിട്ടേയില്ല. അതായത്, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മറക്കുക എന്നുള്ളതാണ്. എനിക്ക് പരിചയമുള്ള മറ്റൊരു വൈദികൻ പുറത്തിറങ്ങുമ്പോൾ വൈദിക വസ്ത്രം ധരിക്കാതെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ആരാഞ്ഞപ്പോൾ വൈദികനാണ് എന്ന് തിരിച്ചറിയാതിരിക്കുവാനാണെന്ന് പറഞ്ഞു. വൈദിക വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ പരിഹാസം നിറഞ്ഞ പ്രതികരണങ്ങൾ കേട്ടുമടുത്ത അദ്ദേഹം വൈദികനായതിൽ ദുഃഖിക്കുന്നുവെന്നും പറഞ്ഞു. ആകയാൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് കൂദാശകളും ശുശ്രൂഷകളും പരികർമ്മം ചെയ്യുന്ന അവരെ വേദനിപ്പിക്കരുത് എന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. അവരില്ലാത്ത സഭ അപൂർണമാണെന്ന സത്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവരെ നിരുത്സാഹപ്പെടുത്തിയാൽ ഭാവിയിൽ വൈദിക വൃത്തിയിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം കുറയുവാനിടയാകും. അതുമൂലമുണ്ടാകുന്ന നഷ്ടം ദൈവജനത്തിന് മാത്രമായിരിക്കുമെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. വെള്ള നൈറ്റി ഇട്ടവർ എന്നൊക്കെയാണ് പല മാധ്യമങ്ങളിലൂടെ അവരെ പറഞ്ഞ് പരിഹസിക്കുന്നത്. അവർ ധരിക്കുന്ന വിശുദ്ധ വസ്ത്രത്തിന്റെ മൂല്യം തിരിച്ചറിയുവാൻ കഴിയാത്ത ഇക്കൂട്ടരോട് നമുക്ക് ക്ഷമിക്കാം. കോവിഡ് കാലത്ത് കുമ്പസാരിക്കുവാനായി വൈദികരില്ലാത്ത അവസ്ഥ നാം ഒക്കെ അഭിമുഖീകരിച്ചതാണല്ലോ. മാസങ്ങൾക്ക് ശേഷമാണ് ഒന്ന് കുമ്പസാരിക്കുവാൻ എനിക്ക് അവസരം അന്ന് ലഭിച്ചത്. ഊതി വീർപ്പിച്ച് പൊട്ടാറായ ഒരു ബലൂണിന്റെ അവസ്ഥ പോലെയായിരുന്നു അന്ന് മനസ്സിന്റെ അവസ്ഥ. ഒറ്റ കുമ്പസാരത്തിന് ശേഷം കാറ്റ് തുറന്നുവിട്ട ബലൂണിന്റെ അവസ്ഥയും. അന്ന് അനുഭവിച്ച ആശ്വാസത്തെക്കുറിച്ച് പറയുവാൻ വാക്കുകളില്ല. അവിശ്വാസികൾക്ക് ഒരുപക്ഷെ ഇതൊന്നും ബാധിക്കുകയില്ലായിരിക്കാം. ഏതവസ്ഥയിലുമുള്ള വൈദികർ കുമ്പസാരിപ്പിച്ചാലും ഒരു വിശ്വാസിക്ക് പാപമോചനം ലഭിച്ചിരിക്കും. കാരണം അവരിലൂടെ പാപം മോചിക്കുന്ന ഈശോ തന്നെയാണല്ലോ. ഒരിക്കൽ വിശുദ്ധനായ വിയാനിയച്ചൻ കുമ്പസാരിപ്പിച്ച ഒരു വ്യക്തിയുടെ പാപങ്ങൾ കേട്ടപ്പോൾ അച്ഛൻ കരയുവാൻ തുടങ്ങി. ഇത് കണ്ട ആ വ്യക്തി അച്ഛൻ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഇപ്രകാരം പറഞ്ഞു: താങ്കൾ കരയാതിരുന്നതുകൊണ്ട് ഞാൻ താങ്കൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ കരയുകയാണ്. ആകയാൽ ഏതെങ്കിലും കുറവുകളുള്ള വൈദികർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയല്ലേ ഉചിതം. ഇതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന ധാരാളം വൈദികരെ എനിക്കറിയാം. ഞാൻ പലപ്പോഴും വൈദികരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അവർ അത് ഏറ്റുകേൾക്കുന്നതായിട്ട് എനിക്ക് കാണാം. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള എനിക്ക് വ്യക്തമായ ബോധ്യവുമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന യേശുവിന്റെ വംശാവലിയിൽ റാഹാബ് ഉൾപ്പെട്ടിരിക്കുന്നതായി കാണാം. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വേശ്യയായ ഈ റാഹാബ് കാനാൻ നാട്ടിലേക്കുള്ള ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ അവരെ സഹായിച്ചതിന്റെ വിശദീകരണം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജോഷുവ 2:11 മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവമെന്ന് ആ പാപിനിയായ സ്ത്രീ വിശ്വാസത്തോടെ സാക്ഷ്യം നൽകുന്നത് ശ്രദ്ധേയമാണ്. യേശുവിന്റെ വംശാവലിയിൽ കുറവുകളുള്ള ആ സ്ത്രീയെ ഉൾപ്പെടുത്തുവാൻ പിതാവായ ദൈവം തിരുമനസ്സായെങ്കിൽ തെറ്റുപറ്റിയ ഒരു വൈദികനെ ദൈവം തള്ളിക്കളയുമോ? മാനസാന്തരത്തിലേക്ക് തിരിവാനുള്ള സാധ്യതകൾ അവരുടെ മുൻപിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. അവർ മടങ്ങി വരുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ സഹായമാവുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആകയാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട അവരോട് നമുക്ക് കരുണ കാണിക്കാം.
അതുവഴി ദൈവം നമ്മോടും കരുണ കാണിക്കുവാൻ ഇടയാകട്ടെ.